നമസ്കാരം. കറണ്ട് പൊളിറ്റിക്സ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും, എപ്പോഴാണ് ജയിലിലേക്ക് കൊണ്ടുപോവുക, എന്നായിരിക്കും ഇയാളെ, അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കായിരിക്കും അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഇത് അതെന്തോ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ മെറിറ്റ് എന്തോ ആയിക്കൊള്ളട്ടെ, അതിന് കേസ് എടുത്തിട്ടുണ്ട്, ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. നടക്കട്ടെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ. തെറ്റ് ചെയ്തവനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം, അതിനൊന്നും ഒരു മാറ്റവുമില്ല. അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക, കൃത്യമായിട്ടുള്ള ശിക്ഷ നടപ്പിലാക്കുക, അതാണ് ഞാനും മുന്നോട്ട് വെക്കുന്നത്. ഞാൻ പറയുന്നത് അത്തരത്തിൽ തന്നെയാണ്. അത് പൊതുസമൂഹം അത്തരത്തിൽ തന്നെ ആയിരിക്കും ചിന്തിക്കുന്നതിൽ മാറ്റമില്ല. പക്ഷെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ, ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലുള്ള വലിയൊരു തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. വളരെ ഭംഗിയായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതിനകത്ത് അറിയപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത്. പക്ഷെ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പകരം രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഇത് അറസ്റ്റ് ഉടൻ ഉണ്ടാകും, ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന തരത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ് എല്ലാ മേഖലകളിലും. അത് ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്ന് മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒരു വാർത്തകളും കൊടുക്കുന്നില്ല. പകരം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യത, ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള വാർത്തകളാണ്. ഇതിന്റെ ആണോ ആവശ്യം? അതോ ഈ ഇതുപോലുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഗൗരവമുള്ള വിഷയം നടക്കുമ്പോൾ ആ വിഷയങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ഇവയൊക്കെ അല്ലേ മുന്നോട്ട് വെക്കുന്നത്? എന്ത് തോന്നുന്നു ഇതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച്? അതായത് രണ്ട് ധർമ്മങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന് മാധ്യമധർമ്മമാണ്. അത് കൃത്യമായ മാധ്യമ രംഗത്ത് സ്ഥിരമായി നിൽക്കുന്നവർക്ക് മൊത്തത്തിൽ പാലിക്കേണ്ടതായ ചില മര്യാദകളുണ്ട്, രീതികളുണ്ട്, പ്രാധാന്യങ്ങളുണ്ട്, പ്രയോറിറ്റികളുണ്ട്, ഒക്കെ ഉണ്ട്. അത് മുൻകാലങ്ങളിലൊക്കെ വളരെ കൃത്യമായി നമ്മൾക്ക് കാണാൻ കഴിയുമായിരുന്നു. അത് ഈ ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ ആദ്യം കണ്ട് ശീലിച്ചത്, എനിക്ക് നല്ല ഓർമ്മയുള്ളത്, ദൂരദർശനിലെ 15 മിനിറ്റ് ഒരു വാർത്ത പണ്ടുണ്ട്. ആ 15 മിനിറ്റ് കൊണ്ട് അന്തർദേശീയം, ദേശീയം, സംസ്ഥാനം, കായികം, ഇങ്ങനെ സമയം തന്നെ നിശ്ചയിച്ചു കൊടുത്തിട്ട് പ്രധാനപ്പെട്ട ഒരു 15 മിനിറ്റ് വാർത്ത കണ്ടാൽ ലോകത്ത് അന്ന് നടന്ന പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നമുക്കറിയാം. സമഗ്രമായ ഒരു ഇന്റൻസീവ് ഒരു അവയർനെസ് നമുക്ക് കിട്ടും. ഒറ്റ മാധ്യമേ ഉള്ളൂ. അതുകൊണ്ടൊരു ഗുണമുണ്ട്, ഈ കിട്ടുന്ന അറിവ് അത് ശരിയായാലും തെറ്റായാലും മുഴുവൻ പേർക്ക് ഒരുപോലെ കിട്ടും. അതെ, അങ്ങനെ വരും. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, തെറ്റുപറ്റിയാലും അത് വിശ്വസിക്കും. ശ്രീ ജയപ്രകാശ് നാരായണൻ അന്തരിച്ചു എന്ന് ആകാശവാണിയാണ് പറഞ്ഞത്, അന്ന് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് രാജ്യം മുഴുവൻ അത് മരണമാണെന്നുള്ളത് അങ്ങ് വിശ്വസിച്ചു. പിന്നീടാണ് അത് തിരുത്തു വന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ. അപ്പൊ അത് ദൃശ്യ പത്രമാധ്യമങ്ങൾക്കുള്ള കടമയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഓരോരുത്തരും ഓരോ ചാനലാണല്ലോ, നമ്മളുടെ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പൊ എനിക്കൊരാളിനോട് എന്തെങ്കിലും ഒരു വിരോധം തോന്നിയാൽ രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ ആദ്യം ചെയ്യുന്ന അയാൾക്കെതിരെ എന്തെങ്കിലും തട്ടിവിടുക. അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള ചില വാക്കുകൾ ഉള്ളത് കൊണ്ട് ആരെക്കുറിച്ച് എന്തും പറയാവുന്നുള്ള ഒരു ഇത് അതങ്ങ് വളർന്നു വളർന്നു വന്നിട്ട് ഇന്നിപ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ബഹുഭൂരിപക്ഷം പേരും ഒന്നും വിശ്വസിക്കാത്ത അവസ്ഥയായി. ഇപ്പം തന്നെ ശ്രീ ഗോപകുമാർ പറഞ്ഞതുപോലെ, ഇപ്പോൾ നമ്മളുടെ കേരളത്തിലെ മുഴുവൻ പേരുടെയും മനസ്സിലൂടെ ഓടിപ്പോകുന്ന ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ചിലപ്പോൾ അരമണിക്കൂറിനകം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും. കാരണം അങ്ങ് പറയാണ്, ഇപ്പം അറസ്റ്റ് ചെയ്യും, നാളെ അറസ്റ്റ് ചെയ്യും. ഇത് കേട്ടാൽ തോന്നും പോലീസുകാർ അറസ്റ്റ് ചെയ്യാനായിട്ട് മറ്റേ ആളിനെ മുമ്പിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, ഇപ്പം പിടിച്ചോണ്ട് പോകുന്നുള്ള മട്ടിലാണ് പ്രചരണങ്ങൾ. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ ചെയ്യാതിരിക്കുകയോ ചെയ്യില്ല. അതേപോലെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ എന്താ? ഒരു മത്സരമാണ്. അതായത് ഞങ്ങളാണ് ഇത് ആദ്യം പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, ഞങ്ങളിത് മുന്നേ കൂട്ടി പറഞ്ഞില്ലേ എന്നൊക്കെ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. ഈ ചിലതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. ഇവിടെ നോക്കൂ, ഈ വിഷയം കുറെ നാളുകൾക്ക് മുമ്പേ പൊതുസമൂഹത്തിൽ വന്നതാണ്. അന്ന് ഇത് കുറച്ച് ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. കാരണം അയ്യോ, ഇങ്ങനെ ഒരു വ്യക്തിയിൽ നിന്നും ഇങ്ങനെ ഒരു വിഷയം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല എന്ന്. പക്ഷെ പിന്നീട് അതങ്ങോട്ട് ദിവസങ്ങൾ കഴിയും തോറും
അതിനകത്തേക്കുള്ള ആളുകളുടെ ശ്രദ്ധ, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇത് സ്ത്രീ വിഷയമായതുകൊണ്ട് ഇതിൽ ഒട്ടും താല്പര്യമില്ലാത്തവര് സ്ത്രീകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് കുറച്ചെങ്കിലും താല്പര്യം വെച്ച് പുലർത്തുന്നത് ഒന്ന് രാഷ്ട്രീയ പാർട്ടിക്കാർ, രണ്ട് പുരുഷന്മാർ. കാരണം പുരുഷന്മാർക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ചൊരു താല്പര്യമുള്ള ഒരു വിഷയമാണല്ലോ ഈ വിഷയം. അതുകൊണ്ട് എന്താകും എന്നുള്ള ഒരു വ്യഗ്രത അവർക്കുണ്ട്. എന്താകും എന്നതിനേക്കാളും എനിക്ക് തോന്നുന്നത് ഇത് എന്തായിരുന്നു എന്നറിയാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴാണ് ഈ സ്ത്രീയെ കണ്ടത്, അല്ലെങ്കിൽ ഈ പരാതിക്കാരിയെ കാണുന്നത് എപ്പോഴാണ് ഗർഭം ഉണ്ടാക്കിയത് എന്നൊക്കെ അറിയുവാനുള്ള ഒരു ആകാംക്ഷയാണ് ഈ മലയാളിയുടെ കപട സദാചാരത്തെ പുറത്തു കാണിക്കുന്ന തരത്തിലുള്ള ഈ ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്തകൾ മാത്രമാണ് സത്യത്തിൽ ഇതിനകത്തുള്ളത്. അല്ലാതെ ഇതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നീതി ലഭിക്കുന്നതിനോ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നതിനോ, അത് രാഹുലിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാക്കുന്നു, അതിനകത്തൊരു ഗർഭം ഉണ്ടാകുന്നു, ആ ഗർഭം ഉണ്ടായതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിനകത്തുള്ള ഒരു നീതി നിയമങ്ങൾ ഒന്നും തന്നെ ആരും കാണുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. പകരം ഈ വിഷയത്തിനെ ഇങ്ങനെ ആളി കത്തിക്കുക, അതിന് ഇവിടുത്തെ മാപ്രകൾ തയ്യാറാകുന്നു. അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ മാധ്യമ പ്രവർത്തനത്തെ ആ തരത്തിൽ വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. ഈ വിഷയം ശരി, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യട്ടെ, ആ അറസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ഒരു വാർത്തയാക്കി കൊടുത്താൽ പോരെ. അതിന്റെ പുറകിലേ സഞ്ചരിച്ചു SIT അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇവന്മാർ അതിന്റെ പുറകെ പോയിട്ട് അത് ലൈവായിട്ട് കാണിച്ചേനെ. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇത്രയും ഗതികെട്ട മാധ്യമ പ്രവർത്തനമാണ് മതിയാക്കേണ്ടത് ഞാൻ പറയുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഇവിടെ ഈ പറയുന്ന പോലെ ഗർഭം ഉണ്ടാക്കിയത്. അത് ഈ വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ഇതില് ഏറ്റവും നമ്മൾ ഒരു മാതൃകയെന്നൊന്നും പറയാൻ കഴിയില്ല, ദുരനുഭവമായിട്ട് കാണേണ്ടത് മുൻ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ നടന്ന സംഭവങ്ങളാണ്. തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂർ വരെ ഒരു CD എടുക്കാൻ പോയത് ലൈവായി, ഇത്രയും കിലോമീറ്റർ ഒരു വാഹനം ഓടിപ്പോയത് വരെ ലൈവായി കാണിച്ച ഒരു നാണം കെട്ട സംഭവം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവിടെ ചെന്നിട്ട് കിട്ടിയത് എന്താണ്? NS പെരുങ്കായത്തിന്റെ ഒരു മഞ്ഞ സഞ്ചി, അതിനകത്ത് എന്തോ 2 സാധനങ്ങൾ. ഇതുപോലെ നാണം കെട്ട ഒരു പരിപാടി ഇല്ലേ? അത് മറക്കാൻ സമയമായില്ല. അത്രയും ഗതികേടാണ് ഒരനുഭവം. അത് കഴിഞ്ഞിട്ട് എത്രയെങ്കിലും മാധ്യമ പ്രവർത്തകർ പിന്നീട് പറഞ്ഞു, മാപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് അന്നൊരു അബദ്ധം പറ്റിപ്പോയി, ഞങ്ങളും അതിൽ വീണുപോയി. ആ പറഞ്ഞവർ തന്നെയാണ് ഇപ്പോൾ വീണ്ടും അതൊക്കെ അങ്ങ് മറന്നു. അതായത് ഈ ഒരു അവസരം വീണ് കിട്ടിയാൽ ചാടി വീഴാനായിട്ട് കാത്തിരിക്കുന്ന ഇത്. ഇപ്പം തന്നെ നമ്മൾ ഈ ബൈബിളിൽ ഒരു വചനമുണ്ടല്ലോ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ആ വചനം ബൈബിളിൽ വന്നതിനെ ആർക്കും വിമർശിക്കേണ്ട. വീക്ഷണം പത്രത്തിൽ ആ ഒരു വാചകം, അതൊരു നമ്മൾ ഈ ഒരു ആപ്തവാക്യമൊക്കെ എവിടെയും എടുത്ത് ഉപയോഗിക്കുകയല്ലോ. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് പോലെ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പൊ അത് യേശുക്രിസ്തു അന്ന് പറഞ്ഞത് എല്ലാവരും പാപം ചെയ്തോളാനാണെന്ന് അർത്ഥമുണ്ടോ? അതിനെ ആ അർത്ഥത്തിൽ എടുക്കുന്നതിന് പകരം അതാണ് ഒന്നും ഇപ്പോൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ ഒരു ഉപമയൊക്കെ നമ്മൾ ചിലപ്പോൾ ഇതുപോലെയുള്ള ചർച്ചകളിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചില കഥാപാത്രങ്ങളുടെ പേര് പറയാൻ വരുമ്പോൾ ഞാൻ പറയില്ല. കാരണം പറഞ്ഞു പോയാൽ ആ സമുദായത്തെ ആക്ഷേപിച്ചെന്നും പറഞ്ഞ് കേസ് വരും. അപ്പൊ ഇതൊക്കെ എന്ത് പ്രവർത്തനമാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അല്ല, ഇവിടെ ഇപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ മാധ്യമ പ്രവർത്തനം നടത്തി ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റില്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. തെറ്റെങ്കിൽ തെറ്റ്, അത് നിയമപരമായിട്ട് നേരിടട്ടെ. ഇപ്പൊ ഈ അവസാന നിമിഷം താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന സാഹചര്യം എന്ന് പറയപ്പെടുമ്പോൾ അതിനുള്ള സാധ്യതകൾ എത്രത്തോളമാണെന്നാണ് തോന്നുന്നത്? അത് ഇതിന്റെ മുഖ്യ വിഷയം ഇത് ഈ പെൺകുട്ടിയോടുള്ള ഒരു സഹതാപമോ ഒന്നുമല്ല. ഇതിപ്പോൾ ഇത്രയും വലിയ വിഷയമായി വരുന്നത് ഈ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട് മാത്രമാണ്. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഡിസംബറിൽ അല്ലെങ്കിൽ ജാനുവരിയിലായിരുന്നെങ്കിൽ ഈ വിഷയം ജാനുവരിയിലായിരുന്നു. അത്രേ ഉള്ളൂ. എപ്പോഴാണോ എടുത്ത് ചില വിഷയങ്ങൾ പ്രയോഗിക്കേണ്ടത് ആ സമയത്ത് അത് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത്. ഇതിനെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി, ഈ വിഷയത്തിനെ അങ്ങനെ തന്നെ കാണേണ്ടത്. അതെ, അതിനെ അങ്ങനെയാണ് കാണേണ്ടത്. അപ്പൊ മറ്റൊരു കാര്യം, ഇനിയിപ്പോ 9-ാം തീയതിയാണ് 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് വരെ അല്ലെങ്കിൽ അത് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഈ അറസ്റ്റിനെ നീട്ടിക്കൊണ്ടുപോകുമോ അതോ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ പറയാം, അല്ലെങ്കിൽ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഇന്ന് നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകൾ അറസ്റ്റ് ചെയ്യുമോ? എന്ത് തോന്നുക? അത് 2 രീതിയിലാണ്. അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ഇതിനകത്ത് വേറെ രാഷ്ട്രീയ ഇടപെടലോ ഗവൺമെന്റിന്റെ ഇടപെടലോ ഒന്നുമില്ലാതെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം. പക്ഷെ ഇവിടെ വിഷയം ആ അറസ്റ്റ്
രാഷ്ട്രീയപരമായി കുഴപ്പം ചെയ്യും എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇത് നീട്ടിക്കൊണ്ടുപോകും. ചില കാര്യങ്ങളിൽ തീരുമാനമാകുന്നത് വരെ തീരുമാനമെടുക്കാൻ വൈകിക്കൊണ്ടുപോകും. കാരണം ഈ നീട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി പോലെ ഇത് തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടു പോയാൽ പ്രയോജനം ഉണ്ടാകുന്നതാണെങ്കിൽ അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ അത് LDF ഗുണം ചെയ്യുന്നത് തങ്ങൾക്ക് ഗവൺമെന്റിനും LDF-നും പ്രയോജനം ചെയ്യും എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. മറിച്ച് അത് തിരിച്ചടിയാകും എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയത് എന്താ, ഇത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ ഇത് CPM-നും LDF-നും അനുകൂലമായിട്ട് പോവുകയാണെങ്കിൽ BJP-ക്ക് നഷ്ടക്കച്ചവടമാകുമല്ലോ എന്നുള്ളത് വെച്ചിട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീലേഖ IPS ആയിട്ടുള്ള പഴയ ഉദ്യോഗസ്ഥ പോലീസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ആദ്യം ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ പൊളിറ്റിക്കലായിട്ട് അവരെ കറക്റ്റ് ചെയ്തു അല്ലെങ്കിൽ തിരുത്തി പറയാൻ പറഞ്ഞപ്പോൾ അവർ തിരുത്തി പറഞ്ഞു. അപ്പോൾ IPS ഉദ്യോഗസ്ഥർ തൊട്ട് ഇത്തരത്തിലാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ പിന്നെ എന്താ നമ്മൾ കാത്തിരുന്ന് കാണുക എന്നല്ലാതെ നാളെയാണ് ഇന്നാണ് അടുത്ത നിമിഷമാണ് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ബാക്കി സമയം പാഴാക്കി കളയാതെ അത് നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ. അങ്ങനെ നീങ്ങി അറസ്റ്റോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന്റെ പരിണതം എന്താണെന്ന് നോക്കിക്കാണുക എന്നല്ല, അത് മാത്രമായിരിക്കും അഭികാമ്യം.